അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൽപ്പിച്ചു കൂട്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങാടിപ്പുറത്തുള്ള തിരക്കൊഴിയരുതേ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പിച്ചു കൂട്ടി കുറച്ച് ആൾക്കാർ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഴി അടക്കാത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് തീരാതിരിക്കാൻ ചിലർ മനഃപൂർവ്വം റോഡിലെ കുഴിയടയ്ക്കാതിരിക്കാനും രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങളുമാണ് നടത്തുന്നതെന്ന് മഞ്ഞളാംകുഴി അലി MLA. അങ്ങാടിപ്പുറത്തെ കുഴിയടക്കലിൽ വാക്കുപാലിക്കാത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ധിക്കാരത്തിനെതിരെ അങ്ങാടിപ്പുറം UDF കമ്മിറ്റി നടത്തിയ നാഷണൽ ഹൈവേ ഉപരോധ സമരത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങാടിപ്പുറം നാഷണൽ ഹൈവേയിലെ കുഴികളടയ്ക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും വാക്കുപാലിക്കാത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ UDF അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ നാഷണൽ ഹൈവേ ഉപരോധ സമരത്തിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മഞ്ഞളാംകുഴി അലി MLA. അങ്ങാടിപ്പുറത്തെ കുഴികൾ 3 ദിവസത്തിനകം അടച്ച് ഗതാഗതം സുഗമമാക്കുമെന്ന് PWD ഉറപ്പു നൽകിയിട്ടും കുഴിയടയ്ക്കാനുള്ള നടപടികൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നില്ലെന്നും UDF ഭരിക്കുന്ന മണ്ഡലങ്ങളെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ ചിലർ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി കുഴിയടയ്ക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും MLA പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൽപ്പിച്ചു കൂട്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങാടിപ്പുറത്തുള്ള തിരക്കൊഴിയരുതേ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പിച്ചു കൂട്ടി കുറച്ച് ആൾക്കാർ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഴി അടക്കാത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി, അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ UDFന്റെ പ്രവർത്തകർ ആരംഭിച്ച സമരമാണിന്ന്. അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് രാവിലെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് വിളിച്ച് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നാളെ രാത്രിയോടുകൂടി അത് ആരംഭിക്കും, ഈ കുഴികൾ പെട്ടെന്ന് അടക്കുന്ന. ഇപ്പോൾ CI ഞങ്ങൾ ഇവിടെ സമരം ചെയ്തവരോട് പറഞ്ഞത് ബുധനാഴ്ചയോടുകൂടി ഈ കുഴിയട അടക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഇത് പോലീസും കൈകാര്യം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തൽക്കാലം ഞാൻ നമ്മുടെ പ്രവർത്തകരോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല, ജനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അത് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ റോഡിലെ കുഴി അടക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ മണ്ഡലത്തിലും ഏതെങ്കിലും ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും സമരം ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പം ഭരിക്കുന്ന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു, മണ്ണാർക്കാട് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇവിടെ ലീഗ് ഭരിക്കുന്ന പല മണ്ഡലം, കൊണ്ടോട്ടി, അതുപോലെ തന്നെ PK ബഷീറിൻ്റെ മണ്ഡലങ്ങളിൽ, ഏറനാട്, എല്ലാ സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യാന്നുള്ളതാണ്. മങ്കട മണ്ഡലത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. UDFന്റെ തുടർച്ചയായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ബുധനാഴ്ചയ്ക്കുള്ളിൽ കുഴിയടയ്ക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വേണ്ട ഇടപെടലുകൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും പ്രതിഷേധവുമായി UDF രംഗത്തെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ പ്രതിഷേധത്തെ തുടർന്ന് ബുധനാഴ്ച കുഴിയടക്കൽ പ്രവൃത്തി ആരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. റോഡിലെ കുഴികൾ മൂലം അങ്ങാടിപ്പുറത്ത് നിലവിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് MLAയുടെ നേതൃത്വത്തിൽ PWD ഓഫീസ് ഉപരോധിച്ചത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയ സമയം അതിക്രമിച്ചിട്ടും കുഴിയടയ്ക്കാൻ യാതൊരുവിധ ഇടപെടലുകളും നടത്താത്ത സാഹചര്യത്തിലായിരുന്നു UDFന്റെ ഇന്നത്തെ പ്രതിഷേധം. ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.